ഹലോ ഗായ്സ്, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഹണീനെ കാണാൻ. അല്ല, ഹണീനെ പിക്ക് ചെയ്യാൻ. സോ നമ്മളിന്ന് ഈ ഒരു ഡ്രസ്സായിട്ടോ ഇടുന്നത്. സത്യം പറഞ്ഞ ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ട് സമ്മാനം കിട്ടിയതാട്ടോ. ഒരു 2-3 വർഷമായി. എന്തായാലും കാണും. ഇന്നേ വരെ ഞാൻ ഇട്ടിട്ടില്ല, ബിക്കോസ് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം ഇങ്ങനെയൊക്കെ. അപ്പോൾ വീട്ടിലിപ്പോൾ ഒരാൾ എന്നെ ഒരു ഡയലോഗ് അടിച്ചു, മോളെ വയറൊന്നും കാണിച്ച് നീ ഇറങ്ങണ്ട, ഇറക്കൂല, നീ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. അതുതന്നെ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടിയായിട്ട് എന്ത് ചെയ്തു, അതൊക്കെ ഇന്ന് ചെയ്ത് വയറൊന്നും കാണിക്കണ്ടേ. മമ്മിയുടെ പൊന്നു മോളായിട്ടാണ് ഇത് ഹണീനെ പിക്ക് ചെയ്യാണ്ട് പോകുന്നത്. സോ എന്തായാലും പുറത്ത് പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സാധാരണ പോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, ഇത് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് കാണും, ഹൂ ഈസ് ഹണി. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെയാണ് ഹണീന്ന് വിളിക്കുക. പക്ഷെ നമ്മളൊക്കെ ഇവിടെ ഹണീന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരല്ല കേട്ടോ. അങ്ങനെയല്ല, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. പക്ഷേ നമുക്ക് ഈ ദേഷ്യം വരുമ്പോൾ തെറി വിളിക്കാണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ തെറിക്ക് വരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹണി. അങ്ങനെ നമ്മുടെ വീട്ടിലെ പൊന്നോമനയായിട്ടുള്ള ഹണീനെ കൂട്ടാനാട്ടോ ഇത്ര ഒരുങ്ങിക്കെട്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം കുറേ പേർക്കൊക്കെ എൻ്റെ ഹണീനെ അറിയാം, കുറേ പേർക്കൊന്നും ഹണീനെ അറിയത്തില്ല. സോ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണിനുള്ള അലങ്കാരപ്പണികളൊന്നും കൊടുക്കുന്നില്ല. ബിക്കോസ് മഴയാണ്, ചോർന്നൊലിച്ച് പോയി നമ്മൾ കരിമാക്കി പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കൺപീലൊക്കെ വിടർത്തി അതിനുശേഷം ഏത് വാച്ച് ഇടുന്ന ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഹണി മേടിച്ചെന്ന വാച്ച് ഇടണോ അതോ ചേച്ചിയും ചേട്ടൻ നിന്ന് മേടിച്ചെന്ന വാച്ച് ഇടണോ എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്ത് കൈക്കിട്ട് എന്തും അടിപൊളി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഹണി തന്ന വാച്ച് ഇടാം. പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട പോട്ടെ, മറ്റേ വാച്ച് ഇടാമെന്ന്. അങ്ങനെ വാച്ചൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റായി നിൽക്കുക കേട്ടോ. അപ്പം ഈ ഹണീനെ കൂട്ടാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വീട്ടിലെ പോരാടിയും കൂടെയുണ്ട്. അപ്പോൾ എന്നെ കിടന്ന് അവിടെ നല്ല ചീത്തവിളിയാണ്, ഇത്ര നേരമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞില്ല, എന്തുകൊണ്ട് ഒറ്റ കഴിയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കണം, ഒരുങ്ങണം, എന്നാ പണിയല്ലേ ഗൈസ്. അപ്പം ഞാനിങ്ങനെയാണ് ഒരു ഫൈനൽ ലുക്കിൽ വന്ന് നിൽക്കുന്നത്. മഴയായതുകൊണ്ട് വലിയ അലങ്കാരപ്പണികളും ചിത്രപ്പണികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഹണീനെ കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ കുറേ പേർക്ക് താല്പര്യമുണ്ട് ഹണി ആരാന്നറിയാൻ. സോ നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യും.